ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്ത് കൂടുതൽ കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിനോട് പറ്റിയിരിപ്പാനും വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പറ്റിയിരിക്കുന്നവരെ കർത്താവ് വിടുവിക്കും, കർത്താവിൻ്റെ നാമം അറിയുന്നവരെ കർത്താവ് ഉയർത്തും എന്നുള്ള വാഗ്ദത്തം തിരുവെഴുത്തിൽ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ ഒരുപക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ശമര്യക്കാരത്തി സ്ത്രീ ആണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അവളിത് പറഞ്ഞത് ശമര്യ പട്ടണത്തിലെ ജനങ്ങളോടാണ്. അവൾ പറഞ്ഞ കാര്യം, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണണം. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ശമര്യക്കാരത്തി സ്ത്രീയുടെ ഭൂതകാലം ഓർത്തിരിക്കുവാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലമാണ്. അവൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴുള്ളവൻ എൻ്റെ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ അവൾക്കുണ്ടായിരുന്നു. 6-ാമത്തെ ഭർത്താവിൻ്റെ കൂടെയാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. മോഹങ്ങൾ നിവർത്തിക്കുവാൻ വേണ്ടി സുഖങ്ങൾ തേടിയുള്ള ഒരു യാത്രക്കാരിയായിരുന്നു ശമര്യക്കാരത്തി സ്ത്രീ. ജഡത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു ജീവിതം. മാറി മാറി ഭർത്താക്കന്മാരെ അവൾ പരീക്ഷിക്കുകയാണ്. അവളുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിയില്ല. അവളോടൊപ്പം പാർക്കുവാൻ പലർക്കും സാധിച്ചിരുന്നില്ല എന്നുള്ളതല്ലേ. ഇപ്പോഴുള്ളവനും നിൻ്റെ ഭർത്താവല്ല, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു എന്നുള്ള യേശു കർത്താവിൻ്റെ പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അവളുടെ ജീവിതം അത്ര നല്ല ജീവിതം ആയിരുന്നില്ല, സുഖകരമായിരുന്നില്ല. നല്ലൊരു അഡ്രസ്സ് അവൾക്ക് ശമര്യ പട്ടണത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അവൾ ആ പട്ടണത്തിലുള്ള ജനങ്ങളോട് പറയുന്നത്, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണണം. എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ ചെയ്തിട്ടുള്ളത് എന്ന് അവൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവളോടൊപ്പം ഉണ്ടായിരുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും അവൾ ചെയ്തിട്ടുള്ളത് മുഴുവൻ ഒരുപക്ഷെ അറിയുവാൻ കഴിയാതെ ജീവിച്ചവരായിരിക്കാം. എന്നാൽ യേശു അവളുമായി സംസാരിക്കുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, നിങ്ങളും ഒന്ന് കാണണം. നാം ചെയ്തിട്ടുള്ളതെല്ലാം മറ്റാരും അറിയാതെ, രഹസ്യമായി, ആരെയും അറിയിക്കാതെ നാം ചെയ്തിട്ടുള്ളതെല്ലാം, അതിൽ പുറത്തു പറയുവാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവാം. നമ്മുടെ അന്തസ്സ് ഉടയുന്ന, തകരുന്ന പല കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ടാവാം. നാം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അറിഞ്ഞാൽ ഒരിക്കലും അവർക്ക് നമ്മളെ സ്നേഹിക്കുവാൻ പറ്റാത്ത കാര്യങ്ങളാകാം. പലരെയും പലതും മറച്ചു വെച്ച് ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഇന്നും ഭൂമിയുടെ മുഖത്തുണ്ട്. അവർ ചെയ്തിട്ടുള്ളതൊന്നും അവരല്ലാതെ മറ്റാരും അറിയുന്നില്ല. ശമര്യക്കാരത്തി സ്ത്രീയും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. മോഹങ്ങൾ തേടിയുള്ള, സുഖങ്ങൾ തേടിയുള്ള അവളുടെ യാത്രയിൽ ചെയ്യാൻ പാടില്ലാത്തതും ചിന്തിക്കാൻ പാടില്ലാത്തതും ഒക്കെ അവൾ ചിന്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ അവൾ ചെന്ന് പെട്ടപ്പോൾ കർത്താവുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയാണ്, ഹൃദയത്തിലുള്ള ചിന്തകളെ വെളിപ്പെടുത്തുകയാണ്. അവളുടെ ജീവിതം മുഴുവൻ കർത്താവ് അവളോട് പങ്കുവയ്ക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വെള്ളം കോരുവാൻ വന്ന ആ സ്ത്രീ പാത്രം
അവിടെ വെച്ചിട്ട്, കോരുവാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ. ഇന്നും യേശുവിനെ കാണുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കർത്താവ് സർവജ്ഞാനിയാണ് എന്നുള്ളതാണ്. ഇന്നലകളിൽ നാം എന്തായിരുന്നോ, നാം എന്ത് ചെയ്തോ, അതെല്ലാം കർത്താവ് അറിയുന്നു. ഇന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നോ അതും കർത്താവ് അറിയുന്നു. നാളെ നമ്മുടെ അവസ്ഥ എന്തായി തീരും എന്നുള്ളതും കർത്താവ് അറിയുന്നു. എന്നാൽ ചെയ്തിട്ടുള്ളതെല്ലാം ദൈവത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മുമ്പാകെ കുറ്റസമ്മതം നടത്തി അനുതാപത്തോടെ, മാനസാന്തരത്തോടെ ശമരിയക്കാരത്തി സ്ത്രീയെപ്പോലെ ജീവിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇന്നലെ നാം ചെയ്ത പ്രവൃത്തികൾ, ദൈവത്തിന് നിരക്കാത്ത, വചനത്തിന് നിരക്കാത്ത ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികൾ, അതിൻ്റെ അനന്തരഫലം ഇന്നും നാളെയും നാം അനുഭവിക്കും എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് നാം ക്രിസ്തുയേശുവിൽ ജീവിക്കുവാൻ ആരംഭിച്ചാൽ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാതൊരു അഡ്രസ്സുമില്ലാത്ത ശമരിയക്കാരത്തെ സ്ത്രീക്ക് പുതിയൊരു ജീവിതം കൊടുത്ത യേശു കർത്താവ് അനേക ജനങ്ങൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ശമരിയക്കാരത്തെ സ്ത്രീ, ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വ്യക്തികളുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.